ഇന്ത്യൻ നഴ്സിംഗ് അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ബെസ്റ്റ് നഴ്സിംഗ് കോളേജസ് ഇൻ ബാംഗ്ലൂർ സീരീസ് 5-ഉമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീ ദേവരാജ് URS അക്കാദമി ഓഫ് എഡ്യൂക്കേഷനിലാണ്. ഈ ഒരു കോളേജിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് മാറി കോളാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നോക്കുകയാണെങ്കിൽ കോളേജ് ബസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് നിയർ ബൈ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ 15 കിലോമീറ്ററും എയർപോർട്ട് 90 കിലോമീറ്റേഴ്സുമാണ്. കോളേജ് കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലും വരുന്നുള്ളത്. ഹോസ്പിറ്റലിൻ്റെ പേര് RL ജാലപ്പ ഹോസ്പിറ്റൽ. ഏകദേശം 1000-ൽ കൂടുതൽ ബെഡുകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണിത്. അതുപോലെ തന്നെ 40 വർഷത്തിലേറെ ഹിസ്റ്ററിയുള്ള ഹോസ്പിറ്റൽ കൂടിയാണ്. ഇതാണ് നമ്മുടെ ക്യാമ്പസ് വരുന്നുള്ളത്. ഇവിടുത്തെ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ മെയിൻലി MBBS ആൻഡ് നഴ്സിംഗ് തന്നെ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, അത് കൂടാതെ അലൈഡ് കോഴ്സുകളും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമ്പസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. ഈ ബിൽഡിംഗ് ആണ് ഈ ഒരു ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ, അതായത് ഇതൊരു മെഡിക്കൽ കോളേജാണ്, പക്ഷേ കണ്ടാൽ ഒരു പാലസിൻ്റെ രൂപത്തിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബോയ്സ് ഹോസ്റ്റൽ വരുന്നത്. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിലാണ് ഗേൾസ് ഹോസ്റ്റലും വരുന്നത്. ഇനിയിപ്പോൾ മെസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ധാരാളം ക്യാൻറ്റീൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മെസ്സുമാണ് വരുന്നത്. ഏകദേശം 72 ഏക്കറിലായിട്ടാണ് ഈ ഒരു ക്യാമ്പസ് വരുന്നത്. ഇനിയിപ്പോൾ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ധാരാളം മരങ്ങളും കാര്യങ്ങളും കൊണ്ട് ഒരു എക്കോ ഫ്രണ്ട്ലി എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. ഇതാണ് നമ്മുടെ നഴ്സിംഗിൻ്റെ ബിൽഡിംഗ് വരുന്നുള്ളത്. നമുക്ക് നോക്കിയാലോ. ഇതാണ് ഈ ഒരു കോളേജിൽ നഴ്സിംഗ് ഫൗണ്ടേഷൻ ലാബ്. അത്യാവശ്യം അഡ്വാൻസ് രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇത് നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെ 2ാമത്തെ ലാബാണ്. ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ലാബ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ന്യൂട്രീഷൻ ലാബും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പീഡിയാട്രിക് ലാബ്. അപ്പോൾ ഇവിടെ ലൈവായിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ക്ലാസ് റൂംസ് വരുന്നുള്ളത്. Namaste, I am Vichalakshmi, Principal of Sri Devaraj URS College of Nursing, and this institution is 30 years old, and we have started BSc Nursing in 1998. Presently we have post-basic BSc Nursing, MSc Nursing and PhD Nursing also, and we have affiliated to Sri Devaraj URS Academy of Higher Education and Research, and our college is NAAC accredited and ISO certified. Presently our seats have increased to 100. Accordingly, infrastructure, teaching faculty, facilities also expanded, and this campus is with a 100 acres land, and just front of the college is hostel and behind is an hospital. No need for the student to travel anymore farther for the experience. And we have a 1250 bedded multi-speciality hospital where nearly 90 to 95% of patients will be coming. For them, huge exposure of clinical experience the students will be getting. In our hostel, each students will have 3 to 4 students in each room.
students enjoy the homely atmosphere as well as Kerala food. And the campus is just front. There is a national highway, NH75. The students also get the facilities weekly once to go to their church, or it may be the temple or whatever the rituals and the outings. And we have a peer mentoring facility and extra care for their teaching. Apart from the syllabus, we have value-added certified courses in order to overall development as well as personality development classes, where a comprehensive overall growth of academic and professional as well as personal growth of children can be expected. അപ്പോൾ ക്യാമ്പസ് തന്നെ നിങ്ങൾ കണ്ടല്ലോ, ധാരാളം മലയാളി സ്റ്റുഡൻസ് വരുന്നൊരു ക്യാമ്പസാണിത്. അതുപോലെ തന്നെ നോൺ അക്കാദമിക്സ് ആയിട്ട് കൾച്ചറൽ ഇവൻറ്റ്സും സ്പോർട്സും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർണാടകയിൽ തന്നെ വളരെ ചുരുക്കം കോളേജുകൾക്ക് മാത്രമേ നഴ്സിംഗിന് നാക്കിൻ്റെ അക്രഡിറ്റേഷൻ ഉള്ളൂ. അതിലൊരു കോളേജാണിത്. നോൺ അക്കാദമിക്സും ഒരുപോലെ വേണമെന്നുള്ളവർക്ക് എന്തുകൊണ്ടും ശ്രീ ദേവരാജ് URS കോളേജ് ഓഫ് നഴ്സിംഗ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്യാമ്പസിൻ്റെ വിശേഷം. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിനും അഡ്മിഷൻസിനും വേണ്ടിയിട്ട് കോൺടാക്ട് us. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ്സ് ആയ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്.